Hello everyone, once again welcome back to Xylem Learning. It's me Jamsha. Today we are going to do എഡിറ്റിംഗ് നമ്മൾ പവർ ആക്കിയിരിക്കും. എഡിറ്റിങ്ങിന് ഈസി ആവുന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം എഡിറ്റിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ എഡിറ്റിംഗ് നമ്മുടെ ആനുവൽ എക്സാമിന് 8ാം ക്ലാസ്സുകാർക്ക് എഡിറ്റിംഗ് എങ്ങനെയാണ് വരാനുള്ളത് നമ്മൾ നോക്കാൻ പോകണം. ഇതിന് ശേഷം ഒരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തരും. അത് നിങ്ങൾ ചെയ്ത് നോക്കുന്നതോടുകൂടിയിട്ട് ഇതിൻ്റെ ഒരു മെക്കാനിസം നിങ്ങൾക്ക് മനസ്സിലാൻ പോകണം. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. നോക്കിക്കോ, എഡിറ്റിംഗ്. ഓക്കെ, യെസ്, നോക്കിക്കോ. എഡിറ്റിംഗിൽ ഇത് 2022 ആനുവൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ. The old man speak kindly to the lad. ഇവിടെ എ ആണ് മിസ്റ്റേക്ക്, എ സ്പീക്ക് ആണ് മിസ്റ്റേക്ക്. ഇവിടെ വാസ് മിസ്റ്റേക്ക്, ഫെലോ മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൽ എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസേഴ്സ് നമ്മൾ നോക്കുകയാണ്. എയിലുള്ള ആ ഒരു സ്പീക്കിലെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെന്റൻസ് ഏതാണെന്ന് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് ഏത് സെന്റൻസാ? ഈ സെന്റൻസ് പാസ്റ്റിലാണോ, പ്രസന്റിലാണോ, ഫ്യൂച്ചറിലാണോ നമുക്ക് നോക്കാം. ഓക്കെ, ദ ഓൾഡ് മാൻ സ്പീക്ക് കൈൻഡ്ലി ടു ദ ലാഡ് ആൻഡ് ആസ്ക്ഡ്. അവിടെ ആസ്ക്ഡ് എന്ന് പറഞ്ഞപ്പോൾ അത് എന്താണെടാ? അത് V2 ആണ്. അപ്പൊ V2 ആകുന്ന സമയത്ത് നമുക്കത് പാസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ എവിടെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ അഗ്രീഡ് ഉണ്ട്, ഇതും പിന്നെ V2 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് പാസ്റ്റ് ആണ്. ബാക്കിയുള്ള സെന്റൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം അത് എന്താണ്, പാസ്റ്റ് ടെൻസിലാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇവിടെ സ്പീക്ക് മാത്രം പ്രസന്റിൽ കിടക്കുന്ന അല്ലെങ്കിൽ V1 ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എന്താക്കണം, V2ലേക്ക് മാറ്റണം. എന്താണ് സ്പീക്കിന്റെ V2 എന്താണ്? സ്പീക്ക്, സ്പോക്ക്. യെസ്, സ്പോക്ക് എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ്. യെസ്, സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ്. ആ ചെറിയ കുട്ടിയോട് എന്താക്കി, വളരെ കൈൻഡ് ആയിട്ട് എന്താക്കി, യെസ്, സംസാരിച്ചു എന്നുള്ളതാണ് ഇവിടെ നോക്കുക കറക്റ്റ് ആൻസർ. ഇനി ഇവിടെ എന്താ പ്രശ്നം? സോ ക്ലെവർ വാസ് ദ ആൻസേഴ്സ്. അവിടെ ആൻസേഴ്സ് ഒക്കെ ഭയങ്കര ക്ലെവർ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കറിയാം വാസ് എവിടെയാ ചേർക്കുക, വേർ എവിടെയാ ചേർക്കുക എന്നുള്ളതിനെ പറ്റി നല്ല ഐഡിയ ഉണ്ട്. വാസ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗുലർ ആണെങ്കിൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ് ചേർക്കും. വേറോ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ നമ്മൾ എന്താക്കും, വേറെ ചേർക്കും. ഇവിടെ ഏതാ സബ്ജക്ട് നിങ്ങൾ മനസ്സിലാകും. ഈ വാസ് എന്തിനെ പറ്റിയാ പറഞ്ഞത്? സോ ക്ലെവർ വാസ് ദ ആൻസേഴ്സ് എന്തായിരുന്നു? ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ആൻസേഴ്സ് ആയിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ആൻസേഴ്സ് എന്നുള്ളത് അവിടെ എസ് ഉണ്ട്. സോ ആൻസേഴ്സ്, ഉത്തരങ്ങൾ എന്നാണ് പറഞ്ഞത്. ഉത്തരം സിംഗുലർ, ഉത്തരങ്ങൾ ഇറ്റ്സ് എ പ്ലൂരൽ ആകുന്ന സമയത്ത് എന്ത് വേണ്ട, വേറാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണ്? വാസ് മാറ്റി നമുക്ക് എന്താകുന്നു, യെസ്, വേറെ ആക്കുന്നു. ഇതുപോലെ തന്നെ എന്ത് വരും? ഹാസ് മാറ്റിയിട്ട് ഹാവ് ആക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. ഓക്കെ, ഏതായാലും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫെലോ എന്നാണ് കൊടുത്തുള്ളത്. ഇത് ആക്ച്വലി ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? അഗ്രീഡ്. ഓക്കെ, ആ പ്രീസ്റ്റ് എന്താക്കി, ആ ഒരു ചെറിയ കുട്ടിയെ ലിറ്റിൽ ഫെല്ലോ എന്ന് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ആൻസർ അതിന്റെ സ്പെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. യെസ്, ഇതാണ് അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസേഴ്സ് നോക്കിക്കോ. ഇവിടെ ഒരു 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 6 പ്രശ്നമാണ്, വൈല് പ്രശ്നമാണ്, ബൈ പ്രശ്നമാണ്. ഇതിലേതാണ് കറക്റ്റ്, ഏതൊക്കെയാണ് കറക്റ്റ് ആക്കേണ്ടത്, മീൻസ് അതിൻ്റെ കറക്റ്റ് ഉത്തരം ഏതാണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് രാത്രി മെഗാ മാരത്തോൺ നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നാളെ മോർണിംഗ് ബൂസ്റ്ററിൽ നിങ്ങൾക്ക് എന്തുണ്ട്, കംപ്ലീറ്റ് കാര്യങ്ങളും ഗ്രാമർ ആവട്ടെ, അതുപോലെ തന്നെ കംപ്ലീറ്റ് നിങ്ങളുടെ ഫോർമാറ്റുകളാവട്ടെ ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മെഗാ മാരത്തോൺ, നാളത്തെ ബൂസ്റ്റർ, മോർണിംഗ് ബൂസ്റ്റർ നിങ്ങൾ മിസ് ചെയ്യരുത്. പവർഫുൾ ആയിരിക്കും. നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ ആൻസേഴ്സ്. താങ്ക് യു. Let's see in another class with another session. Bye.